നമസ്കാരം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരുന്നു? ലൈറ്റ് ഇയർ ഈസ് ദി യൂണിറ്റ് ഓഫ് ഡാഷ്. ലൈറ്റ് ഇയർ ഈസ് ദി യൂണിറ്റ് ഓഫ് ഡാഷ്. ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. യൂണിറ്റ് ഓഫ് ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് എന്താ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് എഴുതാം അല്ലേ? ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഇത് ലൈറ്റ് ഇയർ. ലാർജ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഇത് ലൈറ്റ് ഇയർ. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് എഴുതാം. റൈറ്റ് എ ഡയമെൻഷൻലെസ് ആൻഡ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചൊരു എക്സാമ്പിൾ ഉള്ളത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ വേറൊന്ന് പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എന്ന് പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിനും ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. രണ്ട് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ ഇനിയും കേട്ടോ, റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ നമുക്ക് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, ദെൻ ദ മൊമെൻറ്റം ഓഫ് ദ ബോഡി ഈസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം എന്തായിരിക്കും എന്നാണ്. മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം എന്തായിരിക്കും? മൊമെൻറ്റം ഓഫ് ദ ബോഡി ഈസ് എ കോൺസ്റ്റന്റ്. മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സും വെലോസിറ്റിയും ഉപയോഗിച്ച് പവർ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചുള്ള മറ്റൊരു ഇക്വേഷനാണ് പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ളത്. വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്സസ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്താണ്? ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? പി ഡെൽറ്റ വി. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ്. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് ഈസ് 0. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചൊരു പോയിന്റ് ആണ്. വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് ഈസ് 0. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് നോക്കുകയാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ നോക്കുക. ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ റൊട്ടേറ്റിംഗ് ചെയർ. റൊട്ടേറ്റിംഗ് ചെയറിൽ ഗേൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലാർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആംസ്. കൈകൾ വിടർത്തുകയാണെങ്കിൽ റൊട്ടേഷൻ്റെ സ്പീഡിന്, ആംഗുലാർ സ്പീഡിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അവിടെ സ്ട്രെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റേഡിയസ് ഇൻക്രീസ് ചെയ്യാണ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആര് ഇൻക്രീസ് ചെയ്യും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഈ കേസിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷനാണ് L ഈസ് ഈക്വൽ ടു I ഒമേഗ. അപ്പോൾ കൈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് റേഡിയസ് കൂടും, അതുമൂലം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുകയാണെങ്കിൽ ഈ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. I കൂടുകയാണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗയ്ക്ക് എന്താ സംഭവിക്കേണ്ടത്? ഒമേഗയ്ക്ക് വാല്യൂ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ കൈ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആംഗുലാർ സ്പീഡ് ഡിക്രീസസ്. ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈ കൈ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ വീണ്ടും ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആംഗുലാർ സ്പീഡ് ഇൻക്രീസസ് എന്ന് പറയും. ചേർക്കുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡിക്രീസസ്. അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. നെയിം ആൻഡ് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ലോ അപ്ലൈഡ് ഹിയർ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കൺസർവേഷൻ ലോ ഏതാണെന്നുള്ളതാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കൺസർവേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്? ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് എ കോൺസ്റ്റന്റ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. 7th ക്വസ്റ്റ്യൻ, എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രൈറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ബൗളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 meter per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോളർ ബോൾ ചെയ്യാണ്. ബോളിൻ്റെ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? ഇനീഷ്യൽ സ്പീഡ് എന്നുള്ളത് 12 meter per second ആണ്. ആ ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയായിരുന്നു? മാസ് എത്രയായിരുന്നു? 0.15 കിലോഗ്രാം ആണ്. മാസ് എന്ന് പറയുന്നത് 0.15 കിലോഗ്രാം ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്താണ്? തിരിച്ച് നേരെ
അതേ ഡയറക്ഷനിൽ തിരിച്ചടിക്കുകയാണ്. തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൊളീഷന് ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി സെയിം മാഗ്നിറ്റ്യൂഡിലാണ്, ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തെടുക്കാം, -12 m/s എന്നെടുക്കാം. 12 m/s ഇങ്ങോട്ട് വരുന്നു, അതേ സ്പീഡിൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഇമ്പൾസ് ആണ്. ഇമ്പൾസ് കാണാൻ നമ്മളടുത്ത് ഇത്രയും ഡാറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് യൂസ് ചെയ്യാം, ഇമ്പൾസ് മൊമെൻറ്റം തിയറം. അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എന്താ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഈക്വൽ ടു മാസിൻ്റെ വാല്യൂ എത്രയാണ്, 0.15 kg ആണ്. രണ്ടിലും മാസ് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് അത് കോമൺ ആയിട്ട് എടുക്കാം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയാണ് -12 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് 12. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 0.15 ഇൻറ്റു -12 എത്ര ഉണ്ടാവും, -24. അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ആൻസർ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആൻസർ എത്രയാണെന്നുള്ളത് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പൾസ് മൊമെൻറ്റം തിയറി ബേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈസ് കറണ്ട് എ സ്കാലർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി, ജസ്റ്റിഫൈ യുവർ ആൻസർ. കറണ്ട് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളതാണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I is equal to Q/T ആണ്. I is equal to Q/T. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ് ആണ്. ചാർജ് ഒരു സ്കാലാർ ആണ്. ടൈം എന്ന് പറയുന്നതും ഒരു സ്കാലാർ ആണ്. രണ്ട് സ്കാലാറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ, ഒരു സ്കാലാറേ കിട്ടുള്ളൂ. when a scalar quantity is multiplied by another scalar quantity, റിസൾട്ട് എന്തായിരിക്കും, ഓൾവേസ് എ സ്കാലാർ. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി 30 m/s. ഒരു ബോൾ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്, u is equal to 30 m/s. ഫൈൻഡ് ദി മാക്സിമം റേഞ്ച്. മാക്സിമം റേഞ്ച് കാണാനാണ് പറഞ്ഞത്. റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ ആംഗിളിൻ്റെ വാല്യൂ എത്രയായിരിക്കണം, 45 ഡിഗ്രിയാണ്. അത് ക്വസ്റ്റിൽ നേരിട്ടിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. മാക്സിമം റേഞ്ച് കാണാൻ, അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം, 45 ഡിഗ്രി ആയിരിക്കണം. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ, r is equal to u² sin 2θ ഡിവൈഡഡ് ബൈ g. യുടെ വാല്യൂ തന്നിട്ടുണ്ട് 30² ഇൻറ്റു sin 2θ, തീറ്റയുടെ വാല്യൂ 45 ആണ്, അപ്പോൾ sin 90 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ നമുക്ക് എന്തെടുക്കാം, റൗണ്ട് ചെയ്തിട്ട് 10 എന്നെടുക്കാം, കാൽക്കുലേറ്റ് ചെയ്യാൻ സൗകര്യത്തിന്. sin 90 എത്രയാണ്, 1 ആണ്, അപ്പോൾ ബാക്കിയുള്ളത് 30² എന്ന് പറഞ്ഞാൽ 900 ഡിവൈഡഡ് ബൈ 10 is equal to 90 meters. സോറി m/s ഇടാവുന്നത് 90 meter ഡിസ്റ്റൻസ് അല്ലേ, അതായിരിക്കും ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ കാർ ഈസ് മൂവിങ് അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 revolution? ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. r റേഡിയസിലുള്ള ഒരു സർക്കുലർ പാത്തിൽ ഒരു കാർ, ഇതൊരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ, റേഡിയസ് കുറച്ച് കൂടി പോയി, സോറി, r റേഡിയസുള്ള ഒരു സർക്കുലർ പാത്തിൽ ഒരു കാർ മൂവ് ചെയ്യണം അല്ലേ, r റേഡിയസുള്ള ഒരു സർക്കുലർ പാത്തിൽ കാർ മൂവ് ചെയ്യണം. അപ്പോൾ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചിവിടെ എത്തിയെന്ന് വിചാരിച്ചോളൂ. എന്തൊക്കെയാണ് ചോദിച്ചുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരിക, ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് സർക്കുലർ പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. r റേഡിയസുള്ള കംപ്ലീറ്റ് സർക്കുലർ പാത്ത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക, ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πr ആയിരിക്കും. സ്റ്റേറ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ചെയ്യാനാണ്. എന്താ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ചെയ്യുന്നത്, ദി ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ½ kBT. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് ചെയ്തിട്ട് എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്കും കൊടുത്തിട്ടുള്ള എനർജി ½ kBT ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ പറയുന്നത് എന്താ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ഫോർ സ്മാൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഒന്നുകിൽ ഫോർ സ്മാൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. By drawing stress strain graph, mark the elastic limit, fracture point and proportional limit and plastic region. അപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്കറിയാം. എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുക്കും, വൈ ആക്സിസിൽ സ്ട്രെസ് എടുക്കും, എക്സ് ആക്സിസിൽ
സ്ട്രെയിൻ എടുക്കും, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം എന്താ ഈ ഒരു രീതിയിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ മാർക്ക് ചെയ്യാൻ ഉള്ളത്? പ്രൊപ്പോർഷണൽ ലിമിറ്റ് മാർക്ക് ചെയ്യണം, വേണ്ടേ? പ്രൊപ്പോർഷണാലിറ്റി അവസാനിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇത് വരുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഉണ്ട്. ദെൻ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ആവുന്ന പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് ഇതാണ്, അത് മാർക്ക് ചെയ്യുക. പിന്നെ ഏത് കൂടി ചോദിച്ചിട്ടുണ്ട്? ഫ്രാക്ചർ പോയിന്റ് ആയി. പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരില്ല. ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റിക് റീജിയൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത്? പ്ലാസ്റ്റിക് റീജിയൻ. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻഡ് to lift cars with a maximum mass of 3000 kg. അപ്പോൾ കാറിൻ്റെ മാസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 3000 കിലോഗ്രാം ആണ്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത്? ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പിസ്റ്റൺ ക്യാരിയിങ് ദി ലോഡ് ഈസ് 425 cm². ഈ കാറിന് ലോഡ് എടുക്കുന്ന ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് 425 cm² ആണ്. 425 cm² ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻⁴ മീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻⁻² ആണ്. ഡിവൈഡ് ബൈ 100 ആണ്. ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, അപ്പോൾ 10⁻⁻²ൻ്റെ സ്ക്വയർ എടുക്കണം, 10⁻⁴. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി മാക്സിമം പ്രഷർ would the smaller piston have to bear? ക്വസ്റ്റ്യൻ നമുക്കത് ഇക്വേഷൻ എന്താ? F1/A1 is equal to F2/A2 ആണ്. അപ്പോൾ ഇവിടെ F2 കാണാൻ മാസ് തന്നിട്ടുണ്ട്. F2 കാണാൻ എന്ത് യൂസ് ചെയ്താൽ മതി? M×G യൂസ് ചെയ്താൽ മതി. അതുപോലെ A2 തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, അവിടുത്തെ മാക്സിമം. നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റ് സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് F1/A1 ആണ്. നമുക്ക് കാണേണ്ടതാണ് പ്രഷർ ഈസ് ഈക്വൽ ടു F1/A1. അതാ കാണേണ്ടത്. F2ൻ്റെ വാല്യൂ എന്തെങ്കിലും 3000 ഇൻറ്റു M×G എടുക്കണം അല്ലേ? 9.8 നമുക്ക് 10 റൗണ്ട് ചെയ്തെടുക്കാം. ഡിവൈഡഡ് ബൈ ഏരിയയുടെ വാല്യൂ എത്രയാണ്? 425 ഇൻറ്റു 10⁻⁻⁴. അത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? അതായിരിക്കും ആൻസർ. ചെയ്ത് നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ എസ്കേപ്പ് വെലോസിറ്റി? എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത്? എന്താ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം വെലോസിറ്റി റിക്വയർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട മിനിമം വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? എസ്കേപ്പ് വെലോസിറ്റി. ഡിറൈവ് ദി റിലേഷൻ കണക്ടിങ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ്. എന്തായിരുന്നു റിലേഷൻ? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. എന്തൊരു ഡെറിവേഷൻ? 2 സ്റ്റെപ്പേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ കനോട്ട് ബി ആഡഡ് വിത്ത് പ്രഷർ. ആക്സിലറേഷനും പ്രഷറും എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഇൻ ഫിസിക്സ്? ഫിസിക്സിലെ ഏത് ലോ ആണ് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇതിൻ്റെ പിന്നിലുള്ളത് വേറൊന്നുമല്ല, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? ഒരു ഇക്വേഷൻ്റെ 2 സൈഡിലുള്ള ടേമുകളുടെ ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ, ഏതൊക്കെ? ആക്സിലറേഷനും പ്രഷറും ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒരിക്കലും ആക്സിലറേഷൻ്റെയും പ്രഷറിൻ്റെയും ഡയമെൻഷൻ എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ലോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് കേട്ടോ. ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ F is equal to mv²/r. ഇതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനാണ്. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ്നെസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ കറക്റ്റ് ആണ് അല്ലേ? കാരണം F is equal to mv²/r നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നതാണ്. എഫിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL/T⁻⁻² ആണ്. mv²/r ഡയമെൻഷൻ കാണുകയാണെങ്കിൽ എന്തൊക്കെയുള്ളത്? മാസ് ഉണ്ട്. v² എന്ന് പറയുമ്പോൾ വിയുടെ ഡയമെൻഷൻ L/T⁻⁻1 ആണ്. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത് ലെങ്ത് ആണ്. മുകളിൽ എന്തൊരു mL²T⁻⁻² ഡിവൈഡഡ് ബൈ L. ഒരു L ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താണുള്ളത്? mL/T⁻⁻². അപ്പോൾ LHSലെയും RHSലെയും ഡയമെൻഷൻസ് എന്താണ്? ഈക്വൽ ആണ്. ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട്
ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡെറിവേഷൻ അങ്ങനെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. 3 ഇക്വേഷനും കൂടി ഇക്വേഷൻ ഓഫ് മോഷൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും 3 ഇക്വേഷൻ വേണം ഇക്വേഷൻ ഓഫ് മോഷൻ ചോദിക്കുകയാണെങ്കിൽ. അപ്പം അതിൻ്റെ ഡെറിവേഷൻ അവിടെ 3 മാർക്ക് ആയതുകൊണ്ട് ഈ ഒന്ന് മതിയായിരിക്കും. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ടോർക്കാണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഈ റിലേഷനാണ്. റിലേഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഒബ്റ്റെയിൻ ദി റിലേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വേണ്ടി വരിക. കാരണം ഇത് 2-3 മാർക്കിന് 2 സെൻറ്റൻസ് മാത്രം എഴുതുകയാണെങ്കിൽ ഇത് 1 മാർക്കും ഇതൊരു 2 മാർക്കും കൂട്ടുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഡെറിവേഷൻ മാർക്ക് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടിയുടെ ഡെറിവേഷൻ ശരിക്കും അവിടെ എഴുതണം. ക്യാൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? എക്സ്പ്ലെയിൻ. വെലോസിറ്റി ഇല്ലാതെ ആക്സിലറേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്യാൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? എക്സ്പ്ലെയിൻ. ക്ലാസ് പറഞ്ഞിട്ട് നമ്മളൊരു ബോഡിയെ വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിലെത്തിയിട്ട് തിരിച്ചു വരാൻ വിചാരിക്കുക. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അവിടെ എന്താണ്? വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ എന്തല്ല? നോട്ട് ഈക്വൽ ടു 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് അല്ലേ, when a body is projected vertically upwards at the highest point, velocity is 0 but acceleration not equal to 0. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടി ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. നമുക്ക് എന്താ എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ടി ക്യൂബ്. ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആക്സിലറേഷൻ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കാണണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ ചെയ്യാൻ പറ്റുക? ആദ്യം വെലോസിറ്റി കാണാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കെ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എൻ അല്ലേ. എക്സ് റൈസ് ടു എൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു എക്സിന് പകരം ടി ഉണ്ട്. എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്നാൽ 3 മൈനസ് 1. 3 മൈനസ് 1 എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതാണ് വെലോസിറ്റി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡി വി ബൈ ഡി ടി ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3k എന്നുള്ളതൊരു കോൺസ്റ്റന്റ് ആണ്. ടി സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടി സ്ക്വയറിന് ഇത് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻറ്റു 2 അല്ലേ. എന്നിൻ്റെ വാല്യൂ 2 ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയായിരുന്നു? 6k ഇൻറ്റു ടി ആണ്. 6k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ ആക്സിലറേഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ടൈമിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y of xt is equal to 3 sin 36t plus 0.18x plus t by 4. What are its amplitude, frequency and initial phase? ഫസ്റ്റ് ചോദിച്ചുള്ളത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കത് എ സൈൻ കെ എക്സ് അല്ലേ. കെ എക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് കെ എക്സ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? എ എന്ന് പറയുന്നത് ഇതാണ് എ സൈൻ കെ എക്സ്. അപ്പോൾ എയുടെ വാല്യൂ 3.0. അതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.0 ആണ്. ദെൻ ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി കാണാൻ ഇവിടെ ഒമേഗ ടി തന്നിട്ടുണ്ട്. അതൊന്ന് ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒമേഗ ടി തന്നിട്ടുണ്ട്. ഒമേഗയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് 36 ആണ്. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒമേഗ പറയുന്നത് 2πf ആണ്. 2πfന്റെ വാല്യൂ 36 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 36 ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ നമുക്ക് എന്തായി? ഫ്രീക്വൻസി ആയി. ഏതുകൂടി കാണണം? ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ് ക്വസ്റ്റിൽ നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? t/4 ആണ്. അതിൽ ബി ക്വസ്റ്റ്യൻ, ഡ്രോ ദി തേർഡ് ഹാർമോണിക് ഓഫ് സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. തേർഡ് ഹാർമോണിക് ആണ് ഡ്രോ ചെയ്യാൻ ഉള്ളത്. തേർഡ് ഹാർമോണിക് ഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ എത്ര ആംപ്ലിറ്റ്യൂഡ് വേണം? എത്ര ആൻറ്റിനോഡ് വേണം? 3 ആൻറ്റി നോഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗമാണ് വരയ്ക്കേണ്ടതാണ് തേർഡ് ഹാർമോണിക്. വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രോ ചെയ്താൽ മതി.
20th question. Derive an expression for maximum height and time of flight of a projectile. Maximum height ഇന്റെയും time of flight ഇന്റെയും equations derive ചെയ്യാൻ. Maximum height കാണാനുള്ള equation എന്തായിരുന്നു? u square sin square theta divided by 2g. ഇതിന്റെ ഡെറിവേഷനും t is equal to time of flight 2u sin theta divided by g. ഇതിന്റെ ഡെറിവേഷൻ ഇത് രണ്ടും ചെയ്യാനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് projectile motion. 21th question നോക്കുകയാണെങ്കിൽ what is the length of a seconds pendulum which takes 5 seconds? ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ ഉണ്ട്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അവിടെ ടൈം വീണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ്സ് പെൻഡുലം എന്നായിരിക്കില്ല വേണ്ടി വരിക, സിമ്പിൾ പെൻഡുലം എന്നായിരിക്കും. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് 5 സെക്കൻഡ്. സിമ്പിൾ പെൻഡുലം 5 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് കാണാൻ സിമ്പിൾ പെൻഡുലത്തിൽ ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. നമുക്ക് ഏത് കാണണം? ലെങ്ത് കാണണം. അതിനെ സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π²L/g എന്ന് വരും. എൽ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എൽ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ജി ഡിവൈഡഡ് ബൈ 4π² എന്ന് എഴുതാം. ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഡിവൈഡഡ് ബൈ 4π². ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ, ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതിൽ ബി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിലെ ടൈം പീരീഡ് ടി ഈക്വൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ 2π√L/g. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദി കാർനോട്ട് സൈക്കിൾ ആൻഡ് റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് എഫിഷ്യൻസി. കാർനോട്ട് സൈക്കിള് ഡ്രോ ചെയ്യാനാണ്. ഡ്രോ ചെയ്യാൻ അതിൻ്റെ PV ഡയഗ്രാം വരയ്ക്കുക. അതായത് ഈ രീതിയിൽ നമ്മളൊരു PV ഡയഗ്രാം വരച്ചില്ല, അതാണ് ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. PV ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. കാർനോട്ട് സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് എഫിഷ്യൻസി. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1 1 - T2/Q1 യൂസ് ചെയ്യാം. അതിനൊരു ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 527 degrees Celsius and 127 degrees Celsius. A work output of 800 joule per cycle. How much heat is supplied to the engine from the source cycle? ഇപ്പോൾ ക്വസ്റ്റിൽ പറഞ്ഞത് ഇത് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ 527ഉം 127, ഇത് T1ഉം T2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ T1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 527 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 527 + 273 അല്ലേ? 600 + 200 is equal to 800 കെൽവിൻ ആണ്. T2ന്റെ വാല്യൂ എത്രയായിരുന്നു? 127 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനും കൺവേർട്ട് ചെയ്യുമ്പോൾ 127 + 273 ചെയ്താൽ 200 + 200 എത്ര ഉണ്ടാവും? 400 അല്ലേ? 400 കെൽവിൻ ആണ്. ഇനി എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2/T1 ആണ്. എഫിഷ്യൻസി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എഫിഷ്യൻസി കാണാൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിക്കും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? എപ്പോഴും ഒരു ഹീറ്റ് എഞ്ചിനിലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കാണ്. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ്. അപ്പോൾ W/Q1 എന്നെടുക്കാം, അല്ലെങ്കിൽ Q അവിടുത്തെ ഹീറ്റ് എന്ന് എടുക്കാം നമുക്ക്. കാരണം വേറെ ഹീറ്റ് ഒന്നും വരാത്തതുകൊണ്ട് Q എന്ന് യൂസ് ചെയ്താൽ മതി. ഈ റിജക്ട് ചെയ്യുന്ന ഹീറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് Q2 എന്ന് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? Q എടുക്കാം. അപ്പോൾ ഹീറ്റ് കാണാൻ ഓൾറെഡി ഉള്ള ഒരു ഇക്വേഷനാണ് വർക്ക് ബൈ Q, അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. അതാണ് ചെയ്യുന്ന. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വർക്ക്, ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് W/Q എഫിഷ്യൻസിയാണ്. അത് എന്തിന് ഈക്വൽ ആവണം? 1 - T2/T1 ഈക്വൽ ആണ്. ഇവിടെ വർക്ക് ഡണ്ണിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 800 ജൂൾ അല്ലേ? 800 ഡിവൈഡഡ് ബൈ Q ഈസ് ഈക്വൽ ടു 1 - T2/T1. നമുക്ക് ഏതാ കാണേണ്ടത്? Q കാണണം അല്ലേ? ബാക്കി എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു, ഈ Q ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഈ ടേമിന് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്തുണ്ടാവും? Q ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 1 - T2ന്റെ വാല്യൂ എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ 800. 400 ഡിവൈഡഡ് ബൈ 800 പറഞ്ഞാൽ 1/2 ആയി. 1 - 1/2 പറഞ്ഞാൽ 1/2. അപ്പോൾ Qന്റെ വാല്യൂ എത്രയാണ് വരിക? നേരെ ഡബിൾ ആയിരിക്കും വരിക.
അല്ലേ? 1 മൈനസ് 1/2, 1 മൈനസ് 1/2 പറഞ്ഞാൽ 1/2. അപ്പോൾ 800 ഡിവൈഡഡ് ബൈ 1/2 പറഞ്ഞാൽ 800 ഇൻറ്റു 2 Q is equal to 1600 ജൂൾ വരും. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 1600 ജൂളാണ്. അപ്പോൾ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 8 is equal to വർക്ക് ഡൺ ബൈ ഇൻപുട്ട് ഹീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്നുള്ളതാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ വർക്ക് ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 98 ഡിഗ്രി ഫാരൻഹീറ്റ്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മൾ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആണ്. അത് എത്രയാണ്? 36.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് വേണം? 36 പ്ലസ് എന്ത് വേണം? 273 കെൽവിൻ കൂടി ചെയ്യണം. (36.7 + 273 കെൽവിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണ് പറയുന്നത്? വാട്ടറിൻ്റെ ഡെൻസിറ്റി മാക്സിമം എത്രയിലായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ താഴേക്ക് കൂള് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇഫ് യു കൂൾ വാട്ടർ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. വൈ ദി ബോഡീസ് ഓഫ് വാട്ടർ സച്ച് ആസ് ലേക്സ് ആൻഡ് പോൺസ് ഫ്രീസ് അറ്റ് ദി ടോപ്പ് ഫസ്റ്റ്. അതിൻ്റെ റീസൺ തന്നെയാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ആണെങ്കിൽ എത്ര വേണം? ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് പോകണം. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാൾ കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞ ഐസ് എവിടെ ഫോം ചെയ്യപ്പെടും? സർഫസിലായിരിക്കും. ഇനി 5 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. പ്രൂവ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിറൈവിംഗ് എ പ്രോപ്പർ ഇക്വേഷൻ. പ്രോപ്പർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ GD ഈസ് ഈക്വൽ ടു G × 1 - D/R. ഈ ഇക്വേഷനാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. Using the equation show that the acceleration due to gravity is maximum at surface and 0 at the center of earth. ഇത് ഉപയോഗിച്ചിട്ട് സർഫസിൽ മാക്സിമം ആണെന്നും പ്രൂവ് ചെയ്യണം, സെൻറ്ററിൽ 0 ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ സർഫസിൽ എടുക്കുകയാണെങ്കിൽ സർഫസിൽ ഡിയുടെ വാല്യൂ എന്താണ്? 0. ഡെപ്ത് 0 ആണ്. അപ്പോൾ D 0 ആയി കഴിഞ്ഞാൽ 0/R 0 ആണ്. GD ഈസ് ഈക്വൽ ടു G × 1 - 0. 1 - 0 1. GD ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? G എന്ന് കിട്ടും എർത്തിൻ്റെ സർഫസിൽ. സെൻറ്ററിൽ എടുക്കുകയാണെങ്കിലോ, സെൻറ്ററിൽ എടുക്കുകയാണെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് റേഡിയസ് ആവണം അല്ലേ? ഡെപ്ത് ഈസ് ഈക്വൽ ടു R ആണ്. അപ്പോൾ R/R എന്ന് പറഞ്ഞാൽ 1 ആവും. 1 - 1 0 ആവും. 0 × G. GDയുടെ വാല്യൂ എന്താവും? 0 ആവും. ആ വാല്യൂയിൽ ഇത് രണ്ടും കൊടുത്താൽ മതി. നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ ഈ രണ്ട് വാല്യൂസ് കൊടുക്കുക. സർഫസിൽ D 0 എന്നും സെൻറ്ററിൽ D ഈസ് ഈക്വൽ ടു R എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി. 25ാമത്തെ ക്വസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദി കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ 3 പോയിന്റുകൾ എടുത്തിട്ട് A, B, C 3 പോയിന്റുകൾ എടുത്തിട്ട് 3 പോയിന്റിലെയും ടോട്ടൽ എനർജി എന്താണെന്ന് പ്രൂവ് ചെയ്യണം? mgh ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ പ്രൂഫാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഡ്രോ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി വിത്ത് ഹൈറ്റ്. ആ ഗ്രാഫ് ആണ് നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ്, ഹൈറ്റും എനർജിയും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഹൈറ്റ് കൂടുന്തോറും ഏത് കൂടും? പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. മാക്സിമം ഹൈറ്റിൽ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ് അല്ലേ? താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. താഴേക്ക് വരുന്തോറും, താഴേക്ക് വരാൻ എങ്ങോട്ടാ വരിക അല്ലേ? താഴേക്ക് വരുന്തോറും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് മാക്സിമം. അപ്പോൾ ഇതാണ് ഏതിൻ്റെ ഗ്രാഫ്? കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ടോട്ടൽ എനർജി നമ്മൾ പറഞ്ഞു എപ്പോഴും എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്. ഈ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. What do you mean by banking of road? Banking of road എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? The outer edge of the road is raised അല്ലേ? A little in order to provide necessary centripetal force. Necessary centripetal force കിട്ടാൻ വേണ്ടി ഔട്ടർ എഡ്ജ് അല്പം ഉയർത്തി കൺസ്ട്രക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നുള്ളത്. Obtain expression for maximum permissible speed of a vehicle with friction with diagram. അപ്പോൾ അടുത്ത മാക്സിമം പെർമിസിബിൾ സ്പീഡിനുള്ള ഇക്വേഷൻ വി മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണം. വി മാക്സിമം ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇക്വേഷൻ എന്താണ്? root of rg into tan theta plus mu divided by 1 minus mu tan theta. ഇതിൻ്റെ ഡെറിവേഷൻ ആണ് വിത്ത് ഫിഗർ. ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. ആ വെഹിക്കിള് റോഡിൽ നിൽക്കുന്നതും അതിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സുകളൊക്കെ ഇല്ലേ? mg താഴത്തേക്ക്, r മുകളിലേക്ക്, ഫ്രിക്ഷൻ റോഡിലൂടെ. ആറിനെയും ഫ്രിക്ഷനെയും പിന്നെ സ്പ്ലിറ്റ് ചെയ്യണം. ആ ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണം.
ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ് അല്ലേ. ടർബുലൻറ്റ് എന്ന് പറഞ്ഞാലോ അൺസ്റ്റഡി ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഈസ് എ കോൺസ്റ്റന്റ്. അതായത് പ്രഷർ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ, അതിൻ്റെ സം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം? P1 plus half rho V1 square plus rho G H1 is equal to P2 plus half rho V2 square plus rho G H2. ഇതിൻ്റെ ഡെറിവേഷൻ കൂടി ചെയ്യണം. അപ്പം അത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.